എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ടേസ്റ്റോടുകൂടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു കൊഞ്ച് ഫ്രൈയുടെ റെസിപ്പിയാണ്. ഈ കൊഞ്ച് ഫ്രൈ നിങ്ങൾ ഗസ്റ്റ് വല്ലതും വരുമ്പോൾ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ സത്യമായിട്ടും അവർ നിങ്ങളോട് ഇതിൻ്റെ റെസിപ്പി എങ്ങനെയാണെന്ന് ചോദിക്കും. അത്രയ്ക്കും ടേസ്റ്റുള്ള ഒരു കൊഞ്ച് ഫ്രൈ ആണിത്. ഉണ്ടാക്കിയെടുക്കാനും വളരെ എളുപ്പമാണ് കേട്ടോ. നമുക്കിത് എങ്ങനെ തയ്യാറാക്കുന്നത് നോക്കിയാലോ. കൊഞ്ച് ഫ്രൈക്ക് വേണ്ടി 2 കിലോ വലിയ ടൈപ്പ് കൊഞ്ചാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൻ്റെ തോടെല്ലാം കളഞ്ഞ് കഴുകി വൃത്തിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. ഇത്രയും വലിയ ടൈപ്പ് കൊഞ്ചാണ് ഞാൻ മേടിച്ചിരിക്കുന്നത് കേട്ടോ. എൻ്റെ മുകളിലത്തെ വീനൊക്കെ എടുത്ത് കളയണം കേട്ടോ. അങ്ങനെ എടുത്തു കൊണ്ടുവന്ന കൊഞ്ചാണ്. ഇപ്പോൾ കഷ്ടിച്ച് 1 കിലോയെ കാണത്തുള്ളൂ. ഇതിലോട്ട് 25 കൊച്ചുള്ളി ചതച്ചെടുത്തതും അതുപോലെ 6 അല്ലി വെളുത്തുള്ളിയും ചെറിയൊരു കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത് ഇട്ട് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. എത്ര കറിവേപ്പില ഇടുന്നോ അത്രയും ടേസ്റ്റ് നല്ലതാണ്. 2 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും കൂടെ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അതുപോലെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂൺ തന്നെ പെരുംജീരക പൊടിയും കൂടെ ഞാൻ ഇതിലോട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഇതിലോട്ട് ഒഴിച്ച് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്ത് നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തെടുക്കുക. നിങ്ങൾ കൈ കൊണ്ട് തന്നെ ഇതിനെ അങ്ങ് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഞാൻ പാത്രം അറിയാതെ അങ്ങ് സ്റ്റൗവിൽ വെച്ചിട്ടാണ് ഇത് മിക്സ് ചെയ്യുന്നത്. അപ്പോൾ ഇത് ഓൾറെഡി ചൂടായി, അതുകൊണ്ടാണ് എനിക്ക് കൈ കൊണ്ട് മിക്സ് ചെയ്യാൻ പറ്റാതായിപ്പോയത് കേട്ടോ. നല്ലതായിട്ട് ഇതിനെ മിക്സ് ചെയ്തിട്ട് വെള്ളമൊന്നും ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. അടച്ച് വെച്ചൊരു 10 മിനിറ്റ് നമുക്കിതിനെ വേവിച്ചെടുക്കണം. കൊഞ്ച് അധിക സമയം വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് റബ്ബർ പോലെ ആയി പോകും. അതുകൊണ്ട് തന്നെ കൊഞ്ച് 10 തൊട്ട് 15 മിനിറ്റ് വരെ വേവിച്ചെടുക്കാവൂ. കൊഞ്ച് അടച്ചു വെച്ച് വേവിക്കാൻ തുടങ്ങിയിട്ട് 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. കൊഞ്ചിൽ നിന്ന് കണ്ടില്ല, നല്ല രീതിയിൽ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി നമ്മൾ കൊഞ്ചിനെ അടച്ചു വെക്കേണ്ട ആവശ്യമില്ല. തുറന്ന് വെച്ച് വെള്ളം മൊത്തം നമുക്കങ്ങ് വറ്റിച്ചെടുക്കാം. കൊഞ്ചിൽ നിന്ന് വെള്ളം എല്ലാം വറ്റി വന്നിട്ടുണ്ട് കണ്ടോ. എല്ലാം നല്ലതായിട്ട് ഡ്രൈ ആയി. മസാലയൊക്കെ കൊഞ്ച് നല്ല രീതിയിൽ പിടിച്ചു വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു ഫ്രൈ പാനിലോട്ടങ്ങ് മാറ്റാം. ഞാൻ അടുപ്പത്തൊരു ഫ്രൈ പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഇത് ഫ്രൈ ചെയ്യാൻ ആവശ്യത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. അധികം വെളിച്ചെണ്ണ വേണ്ട കേട്ടോ, 2 ടേബിൾ സ്പൂൺ മതി. എന്നിട്ട് നമുക്ക് ഈ കൊഞ്ച് ഇതിലോട്ട് അങ്ങ് ഇട്ട് കൊടുത്ത് നമുക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇപ്പോൾ നിങ്ങൾ ആദ്യമേ വലിയൊരു കടായിയോ അല്ലെങ്കിൽ വലിയൊരു ഫ്രൈ പാനിലോ ആണ് ഈ മസാലയൊക്കെ തേച്ച് വെക്കുന്നതെങ്കിൽ ആ ഫ്രൈ പാനിൽ തന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്ത് ഇതിനെ ഫ്രൈ ചെയ്തെടുത്താൽ മതി കേട്ടോ. ഇനി നമുക്കിതിനെ മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. ഇത് ഇപ്പോൾ എത്രമാത്രം കളറായി വരണം, നല്ല ബ്രൗൺ കളർ ആവണമെങ്കിൽ അതുവരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ്. ഇത് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുത്തേക്കുന്നതുകൊണ്ട് തന്നെ വലിയ എരിവായിട്ടൊന്നുമില്ല കേട്ടോ. ആവശ്യത്തിനുള്ള എരിവ് മാത്രമേ ഉള്ളൂ. എരിവ് നിങ്ങൾക്ക് അധികമായിട്ട് വേണമെന്നുണ്ടെങ്കിൽ കുരുമുളക് പൊടിയുടെ അളവ് കൂട്ടാവുന്നതാണ്. ഇതിലോട്ട് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്ത് ഇളക്കിയെടുത്ത് നമുക്ക് നല്ല രീതിയിൽ ഇതിനെ ഫ്രൈ ചെയ്തെടുക്കാം. റെസ്റ്റോറൻറ്റിലൊക്കെ പോയി നമ്മൾ കഴിക്കുമ്പോൾ കൊഞ്ച് ഫ്രൈ മേടിക്കത്തില്ലേ, ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റേ കൊഞ്ച് ഫ്രൈക്ക് കേട്ടോ. ഈ ടേസ്റ്റ് നമുക്ക് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്കും ടേസ്റ്റുള്ള കൊഞ്ച് ഫ്രൈ ആണ്. ഗസ്റ്റൊക്കെ വരുമ്പോൾ നിങ്ങൾക്ക് ധൈര്യത്തോടു കൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റുള്ള ഒരു കൊഞ്ച് ഫ്രൈ ആണ്. തീർച്ചയായിട്ടും നിങ്ങളിങ്ങനെ തയ്യാറാക്കി നോക്കുക. കണ്ടില്ല എന്ത് എളുപ്പത്തിലാണ് നമ്മൾ ചെയ്തെടുത്തതെന്ന്. അപ്പോൾ നിങ്ങൾ തയ്യാറാക്കി നോക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ നിങ്ങൾ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. ഇപ്പോൾ കൊഞ്ചൊക്കെ ഇവിടെ നല്ല രീതിയിൽ ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഈ ഒരു കളറായി വന്നാൽ മതി. നിങ്ങൾക്ക് വെളിച്ചെണ്ണ കുറവുണ്ടെന്നുണ്ടെങ്കിൽ കുറച്ച് ഒഴിച്ച് കൊടുത്തിട്ട് പിന്നെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ. ഒത്തിരി ഫ്രൈ ചെയ്ത് പോകുമ്പോൾ ഞാൻ പറഞ്ഞില്ലേ റബ്ബർ പോലെ ആയിപ്പോവും. അപ്പോൾ അത്രയും ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ഈ രീതിയിലായി വന്നാൽ മതി. അങ്ങനെ കൊഞ്ച് ഫ്രൈ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു പുതിയ വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം.